ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണയും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 56 അധ്യായം അതിൻ്റെ 2 വാക്യം. ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? ആരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ശബത്തിനെ അശുദ്ധമാക്കാതെ അത് പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. അതായത് ശാബത്ത് അനുസരിക്കുന്ന, ശാബത്തിനെ മുറുകെ പിടിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശബത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. കർത്താവ് വിശുദ്ധമായി ആചരിക്കാൻ പറഞ്ഞിരിക്കുന്ന ദിവസമാണ് ശബത്ത് ദിവസം. പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ഏതാണ് ശബത്ത് ദിവസം എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളായ വ്യക്തികൾ ശബത്ത് ആചരിക്കുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം എങ്ങനെ ആചരിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്കിൽ വീണ്ടും കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽ കിടന്നുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. എന്തുകൊണ്ടാണ് ഒരു വേലയും ചെയ്യുന്നതെന്ന് പറയാൻ കാരണം, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന, നമുക്ക് വേണ്ടി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസം ഒരു ജോലിയും ചെയ്യരുത് എന്ന് കർത്താവിനെ വചനം പഠിപ്പിക്കുക. കാരണം അത് ശബത്താണ്. അന്ന് നീ വിശ്രമിക്കണം. 6 ദിവസം ദൈവം ആകാശവും ഭൂമിയും ഭൂമിയിലെ സകലതും ഉണ്ടാക്കി. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അതുകൊണ്ട് 6 ദിവസം നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം കർത്താവിൻ്റെ ദിവസമായതുകൊണ്ട്, പരിശുദ്ധമായ ദിവസമായതുകൊണ്ട് അന്ന് നീ ഒരു വേലയും ചെയ്യരുത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇത് ലംഘിച്ചാൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നഷ്ടപ്പെടും. നമ്മൾ പരിശോധിക്കണം, ഞായറാഴ്ച ദിവസം ജോലി ചെയ്യാറുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം ഞായറാഴ്ച ദിവസമാണ്. 6 ദിവസം വെറുതെ ഇരുന്നാലും 7-ാം ദിവസം ഞായറാഴ്ച ദിവസം തിരക്കായിരിക്കും. ഗവൺമെൻറ് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഈ 6 ദിവസം വലിയ ജോലിയൊന്നുമില്ല. വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഇവിടെ വചനം പറയുന്നു, നീ ഒരു വേലയും ചെയ്യരുത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അന്ന് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ശനിയാഴ്ച സന്ധ്യ ആരംഭിച്ചാൽ ഞായറാഴ്ച വൈകുന്നേരം വരെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് വിശുദ്ധമായൊരു ദിവസമായി ആ ദിവസത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. അന്ന് നീ ഒരു വേലയും ചെയ്യുന്നത് മാത്രമല്ല, നിൻ്റെ മകനോ മകളോ നിൻ്റെ വേലക്കാരനോ വേലക്കാരിയോ നിൻ്റെ കന്നുകാലികളോ നിൻ്റെ പടിവാതിലുള്ള ഒരു പരദേശിയും ഒരു വേലയും ചെയ്യരുത്. അപ്പം നീ ഒരു വേലയും ചെയ്യുന്നത് മാത്രമല്ല, നിൻ്റെ കുടുംബത്തിലുള്ള നീയുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയും ഒരു വേലയും ചെയ്യാൻ നീ അനുവദിക്കരുത്. ആ ദിവസം കുടുംബമായി കർത്താവിനെ ആരാധിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധയോടെ പങ്കെടുത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിച്ച് യേശുവിനോട് കൂടെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന, ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ദൈവവചനം ധ്യാനിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കേണ്ട ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. എന്നാൽ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ
ലംഘിക്കപ്പെടുന്ന ഒരു കൽപ്പനയാണ് ഈ ശാബത്ത് അനുസരിക്കണമെന്നുള്ള കൽപ്പന. നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം അത് മുഖാന്തരം നഷ്ടപ്പെടുകയാണ്. നീ 6 ദിവസം അധ്വാനിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ 7-ാം ദിവസം വിശ്രമിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പന തന്നെയാണ്. നമ്മൾ പരിശോധിക്കണം. ഇന്ന് ഞായറാഴ്ച ജോലി ചെയ്യുന്നൊരു വ്യക്തി പാപം ചെയ്യുകയാണ്, ദൈവവചനം ലംഘിക്കുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുമ്പോൾ അത് പാപമാണ്. പാപം ചെയ്യുന്നവൻ്റെ അനന്തരഫലം ലഭിക്കേണ്ട അനുഗ്രഹം നഷ്ടപ്പെടുന്നു. നമുക്ക് കൂടുതൽ അഭിവൃദ്ധി ലഭിക്കാൻ വേണ്ടിയാണ്, കൂടുതൽ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടിയാണ്, സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയാണ് ഞായറാഴ്ച കൂടി ജോലി ചെയ്യുന്നത്. സംഭവിക്കുന്നത് എന്താ? നമ്മൾ 6 ദിവസം അധ്വാനിച്ചത് 7-ാം ദിവസം അധ്വാനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരുപക്ഷെ നഷ്ടമാകാൻ കാരണമായി തീരും. നിങ്ങൾ പരിശോധിക്കുക, ഞായറാഴ്ച ജോലി ചെയ്ത ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടോ, ഉയർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. എത്ര വരുമാനമുള്ള വ്യക്തിയാണെങ്കിലും ഞായറാഴ്ച ശാബത്ത് ദിവസം അധ്വാനിച്ചു എന്നൊറ്റ കാരണം കൊണ്ട് ഈ 6 ദിവസം അധ്വാനിച്ചത് മറ്റേതെങ്കിലും വഴികളിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടെങ്കിൽ വചനം ലംഘിക്കുന്നത് പാപമാണ്. പാപത്തിൻ്റെ അനന്തരഫലം ദാരിദ്ര്യമാണ്, കഷ്ടതയാണ്, വേദനയാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ കർത്താവ് അനുസരിക്കുമ്പോൾ അനുഗ്രഹമാണെങ്കിൽ ശാബത്ത് അനുസരിക്കാൻ വില കൊടുക്കണം. എന്തിനാണ് ശാബത്ത് അനുസരിക്കണമെന്ന് ദൈവം പറയാൻ കാരണം? എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരു അടയാളമായി എൻ്റെ ശാബത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കണം. അതായത് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ഇതൊരു അടയാളമാണ്. ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, എൻ്റെ ദൈവത്തെ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ ശാബത്ത് ദിവസം. അന്ന് അത് വിശുദ്ധമായി ആചരിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ശാബത്തിനെ ചവിട്ടി മെതിക്കുന്നെന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിയിൽ നിന്ന് പിന്തിരിയുക. അതായത് ശാബത്തിൽ എൻ്റെ ഇഷ്ടമല്ല ഞാൻ ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട ഒരു ദിവസമാണ് ശാബത്ത് ദിവസം. വീണ്ടും വചനം പറയുകയാണ്, ശബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. ആ ദിവസത്തെ നമ്മൾ ബഹുമാനിക്കണം. മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല ഞായറാഴ്ച ദിവസം. ആ ദിവസത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. വീണ്ടും വചനം പറയുകയാണ്, നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ സംഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കണം. സ്വന്തം വഴിയിലൂടെ നടക്കാതെ, നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെ, അതായത് എൻ്റെ വഴിയിലൂടെ ഞാൻ നടക്കാതെ, എൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിക്കുവാൻ നാം വേർതിരിക്കേണ്ട ഒരു ദിവസമാണ് ശാബത്ത് ദിവസം. ശാബത്ത് ദിവസം മദ്യപാനത്തിനും സിനിമ കാണാനും സീരിയൽ കാണാനും പരദൂഷണം പറയാനും കുറ്റം പറയാനും മറ്റുള്ള ദൈവത്തെ വേദനിപ്പിക്കുന്ന പാപപ്രവൃത്തികൾക്ക് കാരണമായി തീരുവാൻ ഒരിക്കലും ആ ദിവസം ഒരിക്കലും മലിനമായി നമ്മുടെ ജീവിതത്തെ മാറ്റരുത്. അന്ന് വിശുദ്ധമായി, ആ ദിവസം വിശുദ്ധമായി ആചരിക്കണം. ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നഷ്ടപ്പെടുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അത് ശാപവും പാപവും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹത്തിന് പകരം അത് ശാപത്തിൻ്റെ ദിവസമായി മാറുകയാണ്. പലപ്പോഴും ശാബത്ത് എങ്ങനെയാണ് ആചരിക്കണമെന്ന് സ്വയമായെന്ന് പരിശോധിക്കുക. പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 12 മുതൽ വാക്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ ശാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കും നിങ്ങൾ അറിയാൻ വേണ്ടി. ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും.
നിങ്ങൾ ശാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായൊരു ദിവസമാണ്. കർത്താവ് വീണ്ടും വീണ്ടും പറയുകയാണ്, അത് വിശുദ്ധമായൊരു ദിവസമാണ്. അതായത് ദൈവമായ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിച്ചെന്ന് അറിയാൻ വേണ്ടി എനിക്കും നിങ്ങൾക്ക് മധ്യ തലമുറകളോളം അടയാളമായിരിക്കും. അപ്പം ദൈവം വിശുദ്ധീകരിക്കുന്നൊരു ദിവസമാണ് ശാബത്ത് ദിവസം. അപ്പം ശാബത്ത് ദിവസം നമ്മൾ ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. 6 ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും ബലഹീനതകളും പാപങ്ങളും എല്ലാം യേശുവിൻ്റെ മുമ്പാകെ ഇറക്കി വെച്ച് വിശുദ്ധി പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതുകൊണ്ട് ഈ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, നമ്മെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, യഹോവയായ ദൈവം നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. നാം ഈ ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. പലപ്പോഴും ഈ വചനത്തിനെതിരായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം അത് ദോഷത്തിന് കാരണമായി തീരുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദന്മാർ ഏറ്റവും ചിട്ടയായി, ഏറ്റവും കർക്കശമായി അനുസരിച്ചിരുന്ന നിയമമാണ് ശാബത്ത് ആചരിക്കുക. യേശുവിൻ ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ വയലിൽ നിന്ന് കതിർ പറിച്ച് കുറിച്ചപ്പോൾ അതിനെപ്പോലും ശാസ്ത്രിമാരും പരീശന്മാരും ചോദ്യം ചെയ്തു, ശാബത്തിൽ കതിർ പറിച്ച് കുറിക്കുന്നത് അത് പാപമാണ്, അത് നിയമലംഘനമാണ്. വീണ്ടും കർത്താവായ യേശുക്രിസ്തു ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് പോലും അവര് നിയമം ലംഘിക്കുന്നതായിട്ട് അവിടെ വാദിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശുവിൻ്റെ കാലത്ത് യഹൂദന്മാര് നിയമം അനുസരിക്കാൻ അവർ വില കൊടുത്തിരുന്നു. ഇന്നും ലോകത്തിൽ ഈ നിയമം ഏറ്റവും കൂടുതൽ അനുസരിക്കുന്ന യഹൂദന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൽ ഏറ്റവും സമ്പന്നന്മാർ ആരെന്ന് ചോദിച്ചാൽ യഹൂദ ജനമാണ്. ഏറ്റവും വലിയ ബുദ്ധിശാലികൾ ആരെന്ന് ചോദിച്ചാൽ യഹൂദന്മാരാണ്. ലോകത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ യഹൂദന്മാരാണ്. ഈ ദൈവം ഈ ജനത്തെ ഉയർത്താൻ, അനുഗ്രഹിക്കാൻ ഒരു കാരണം ഇവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ വില കൊടുക്കുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ കാലത്തും അന്നും ഇന്നും ഇവർ ഈ നിയമം അനുസരിക്കാൻ വേണ്ടി വില കൊടുത്തിരുന്നു. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നത്, കൽപ്പന അനുസരിക്കുന്നത് അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്നെങ്കിൽ ദൈവമായ കർത്താവ് പറയാണ്, ശാബത്തിനെ മുറുകെ പിടിക്കുന്നവൻ, അതനുസരിക്കുന്നവൻ ഭാഗ്യവാനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇനി കർത്താവിന്റെ വചനം പറയുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ട ദിവസമാണ് ശാബത്ത് ദിവസം. കർത്താവായ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സൗഖ്യം നൽകിയ, രോഗികൾക്ക് സൗഖ്യം നൽകിയ, ഭൂതങ്ങളെ പുറത്താക്കിയ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ദിവസം ഏതെന്ന് ചോദിച്ചാൽ ശബത്ത് ദിവസമാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, സിനഗോഗിൽ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? യേശുക്രിസ്തു ഇങ്ങനെ കൽപ്പിച്ചു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് ശബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ ശാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ അത് സൗഖ്യം പ്രാപിച്ച് മറ്റു കൈ പോലെയായി. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടെ യേശുവിന് ചോദിക്കുകയാണ്, ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അതായത് ഒരു വേലയും ചെയ്യരുത് എന്നുള്ള നിയമം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അവിടെ യേശു ചോദിക്കുന്ന ചോദ്യം ഇതാണ്,
നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് ശാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? അതായത് ആട് ശാബത്തിൽ കുഴിയിൽ വീണാൽ ഏതൊരു യഹൂദനും അതിനെ പിടിച്ചു കയറ്റും. അങ്ങനെയാണെങ്കിൽ ആടിനേക്കാൾ എത്ര വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അപ്പോൾ ഒരു മനുഷ്യന് രോഗസൗഖ്യം നൽകുന്നത് ശാബത്തിൽ അത് നന്മയായിട്ടാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു പറയുകയാണ്, അതിനാൽ ശാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അപ്പോൾ ശാബത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ട ദിവസമാണ്. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗഖ്യം നൽകി, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുവെങ്കിൽ ഞായറാഴ്ച ദിവസം രോഗികളെ സന്ദർശിക്കുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും അവരെ ചികിത്സിക്കാൻ സഹായിക്കുന്നതും, അതുപോലെ തന്നെ വേദനിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നതും, വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതും, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നതും, പരദേശിയെ സ്വന്തം ഭവനത്തിൽ ചേർക്കുന്നതും, നാം നന്മകൾ ചെയ്യുന്നത് അനുഗ്രഹം പ്രാപിക്കാൻ മുഖാന്തരമായി. അതായത് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ട ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഇന്ന് ഞായറാഴ്ച ദിവസം നമ്മൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്വാർത്ഥരായിത്തീരുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. നമുക്ക് നമ്മുടെ കാര്യം മാത്രം, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ സമയം കണ്ടെത്തുന്ന ഒരു ദിവസമായി തീരുകയാണ് ഞായറാഴ്ച ദിവസം. എന്നാൽ കർത്താവിന്റെ വചനം പറയുകയാണ്, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെ, നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യേണ്ട ദിവസമാണ് ഈ ദിവസം, ശാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിന് പിന്തിരിയണം. ഇന്ന് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തെ നമ്മൾ തന്നെ ചവിട്ടി മെതിക്കുക, ഇല്ലാതാക്കുക. ദൈവം നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്ന മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യം പരിശോധിക്കുമ്പോൾ യേശു പറഞ്ഞു, ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന് ശാബത്തിന് വേണ്ടിയല്ല. മനുഷ്യപുത്രൻ ശാബത്തിൻ്റെയും കർത്താവാണ്. മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് ശാബത്ത് ദിവസം. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് ശാബത്ത് ദിവസം. എന്നാൽ ഇന്ന് നമ്മൾ ഈ ഞായറാഴ്ച ദിവസം നമുക്കൊരു അനുഗ്രഹമാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. നമ്മൾ ഏത് വിധേനയും അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഈ ശാബത്ത് ദിവസം അത് പരിശുദ്ധമായി ആചരിച്ച്, സ്വന്തം വഴിയിലൂടെ നടക്കാതെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതുകൊണ്ട് തീരുമാനമെടുക്കണം, ഇനി മുതൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ദിവസമല്ല, അനേകം പേർക്ക് അനുഗ്രഹം ലഭിക്കാൻ, അനേകം പേർക്ക് നന്മ ചെയ്യാനുള്ളൊരു ദിവസമാണ് ശാബത്ത് ദിവസം. ഇത് കേൾക്കുമ്പോൾ ചിലർ ഞായറാഴ്ച ദിവസം നേഴ്സായി, ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നത് ഒരു കാരുണ്യ പ്രവൃത്തി അല്ലേ, അതുകൊണ്ട് ഞായറാഴ്ച ഇങ്ങനെയുള്ളവർക്ക് ജോലി ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ജോലി ചെയ്യാം, അത് നന്മ പ്രവൃത്തിയാണെങ്കിൽ ചെയ്യാം, കാരുണ്യ പ്രവൃത്തിയാണെങ്കിൽ ചെയ്യാം. പക്ഷേ അത് കൂലിക്കായിട്ട് ചെയ്യരുത്. ഞായറാഴ്ച ദിവസം നന്മ പ്രവൃത്തി ചെയ്താൽ കൂലി മേടിക്കരുത്. ഇനി അഥവാ കൂലി മേടിച്ചാൽ നമുക്ക് അനുഭവിക്കാൻ അനുവാദമില്ല. ദാനം ചെയ്യണം, മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അതായത് നാം കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ പ്രതിഫലം ആഗ്രഹിക്കരുത്. അതിൽ നിന്നെങ്കിലും പ്രതിഫലം ഉണ്ടായാൽ അത് കർത്താവ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തന്നെ അത് പ്രയോജനപ്പെടുമെന്നില്ല. അത് നമുക്ക് അനുഗ്രഹമായി തീരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരനുഗ്രഹമാക്കി മാറ്റാൻ, ഞാനൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ശാബത്തിനെ പരിശുദ്ധമായി ആചരിക്കണം, ശാബത്തിനെ വിശുദ്ധമായി ആചരിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ശാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുന്നവൻ ഭാഗ്യവാൻ. അതിനെ മുറുകെ പിടിക്കുന്നവൻ, അതിനെ ആദരിക്കുന്നവൻ, അതനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാം, ഇത്രയും നാൾ ഞാൻ ഈ ദിവസം പരിശുദ്ധമായി ആചരിക്കാതെ അത് പാപത്തിന് കാരണമായി തീർന്നുവെങ്കിൽ അനുതാപത്തോടെ ഇന്നു മുതൽ ഞായറാഴ്ച ദിവസം, ശാബത്ത് ദിവസം പരിശുദ്ധമായി ആചരിക്കുമെന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം.
ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് കേട്ട വചനപ്രകാരം ശാബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നുള്ള വചനം മുഖാന്തരം ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് ശാബത്തിനെ ആചരിക്കുവാൻ, കഴിഞ്ഞ നാളുകളിൽ ശാബത്ത് ലംഘിച്ച നിമിഷങ്ങളോർത്ത് മാപ്പ് ചോദിക്കുവാൻ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് അനുതപിച്ച് മാപ്പ് ചോദിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണം. ഇനിയുള്ള ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി തീരുവാൻ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന ദിവസമാണ് ശാബത്ത് ദിവസം എന്നുള്ള വലിയ ബോധ്യത്തോടെ ശാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം നന്മ ചെയ്ത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, കർത്താവായ യേശുവെ അങ്ങയെ വ്യക്തിപരമായി അറിഞ്ഞ് അനുഭവിച്ച്, ആരാധനയിൽ പങ്കെടുത്ത്, വിശുദ്ധ കുർബാന അനുഭവിച്ച്, കർത്താവെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ ഈ വചനങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമന്തികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വവും കർത്താവേ അങ്ങേക്ക്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. Testimony